എല്ലാവരും എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തു ഫ്രീഡം നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഫ്രീഡം ഉണ്ട്. യേശു തൻ്റെ സമാധാനം നമുക്ക് തന്നിരിക്കുന്നു അല്ലെ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് സമാധാനമില്ല അല്ലെ, എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എന്ന്. അപ്പോൾ ദൈവം അതിന് പരിഹാരവും ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാം തന്നിരിക്കുന്നു അല്ലെ. എന്താ പറയുക, ഗോൾഡിനെസ്സിനായിട്ടും ദൈവികമായിട്ടുള്ള കാര്യത്തിനായിട്ടും ജീവിതത്തിനായിട്ടും ഉള്ള സകലതും ദൈവം നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നു അല്ലെ. അപ്പോൾ യേശുക്രിസ്തു നമ്മളെപ്പറ്റി ദൈവം വിചാരിക്കുന്നത്, ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള ഹിതം എന്താന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പീസിലായിരിക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റിലായിരിക്കും. യേശുക്രിസ്തുവിലാണ് റെസ്റ്റ് ഉള്ളത്, സമാധാനമുള്ളത്, നമുക്ക് വിശ്രമമുള്ളത്. യേശുവിൽ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ അവർക്ക് സമാധാനമുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും, നമ്മുടെ കാർണൽ നേച്ചർ, ജഡത്തിന്റെ സ്വഭാവത്തില് നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അവിടെ സമാധാനമില്ല. മരണമാണ് ജഡത്തിന്റെ സ്വഭാവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മനസ്സ്, ആ മനസ്സ് ഹോളി സ്പിരിറ്റ് ഗോഡിനാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അവിടെ സമാധാനമുണ്ട്, ജീവനുണ്ട്. ജീവനും സമാധാനവുമാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കാം. നമുക്ക് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ മാറ്റിക്കളയാം. ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത പിശാചിനൂടെ വാതിൽ തുറന്നു കൊടുക്കുകയും നമ്മൾ മനസ്സമാധാനമില്ലാത്ത വ്യക്തികളായി തീരുകയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആകാതിരിക്കാം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയും. ഞങ്ങളെ ജീവന്റെ വഴിയിൽ കൂടെ നടത്തുന്നതിനായിട്ട് നന്ദി പറയുന്നത്. കർത്താവ്, ജീവനില്ലായിരുന്നു തരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഉള്ള ജീവൻ തരികയും പിതാവേ അങ്ങയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്തു. കർത്താവെ, പിതാവെ, അങ്ങാണ് ആ മുന്തിരി കർത്താവെ വള്ളി, ഞങ്ങൾ അതിന്റെ ശാഖകള കർത്താവ്. ഞങ്ങൾ ആ ജീവനിലേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കും. ഞങ്ങളുടെ ഉള്ള ജീവനുണ്ട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾക്ക് സമാധാനമുണ്ട്, കാരണം അങ്ങുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഥൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഇന്ന് സംസാരിക്കണം പിതാവെ, അങ്ങേക്കായിട്ടും പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. അതിന്റെ 14-ന്റെ 25 തൊട്ട് 27 വരെയുള്ള വാക്കുകളൊന്ന് പറയാം. വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ 14-ന്റെ 25 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയോ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 13, 14, 15, 16, 17 അല്ലെ ചാപ്റ്ററുകൾ എടുത്ത് വായിക്കുമ്പോൾ യോഹന്നാന്റെ, നമുക്കറിയാം യേശുക്രിസ്തു അവസാന ആ സമയത്ത് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് താൻ പീറ്ററിനാൽ ഒറ്റിക്കൊടുക്കപ്പെടാൻ പോകുന്നു, ഒറ്റിക്കൊടുക്കാനല്ല, ചതിക്കപ്പെടാൻ പോകുന്നു, തള്ളി പറയപ്പെടാൻ പോകുന്നു, പിന്നെ ജൂഡാസ് ഇസ്കാരിയോട്ടിനാൽ കൊടുക്കപ്പെടാൻ പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ക്രൂസിഫിക്ഷൻ വരാൻ പോകുന്നു. അപ്പൊ അതിന്റെ എല്ലാം അടുത്തു വരുന്ന സമയത്ത്, ആ പെസഹാന്റെ സമയത്ത് യേശുക്രിസ്തു, പെസഹ കുഞ്ഞോടായിരുന്നല്ലോ യേശുക്രിസ്തു, അപ്പൊ തന്നെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശു ഇങ്ങനെ തന്റെ ശിഷ്യന്മാരോട് പറയും, ഞാൻ എൻ്റെ പിതാവിന്റെ മന്ദിരത്തിലേക്ക് പോകുന്നു, അവിടെ ഒരുപാട് മാൻഷൻസ് ഉണ്ട്, ഇല്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ തിരിച്ചു വരുന്നു നിങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ താനും പിതാവും ഒന്നാം തന്നെയാണെന്ന് പറയുന്നു. അപ്പം അതിനെല്ലാം ശേഷം അതിനു മുമ്പ് അവരോട് പറയുന്നുണ്ട്, ഒബീഡിയന്റ് ആയിരിക്കണം അല്ലെ, അനുസരണയുള്ളവരായിരിക്കണം. യേശുവിന്റെ വചനം കേട്ടുകൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ പിതാവ് അവരെ സ്നേഹിക്കുന്നു, പുത്രൻ സ്നേഹിക്കുന്നു, പിതാവ് സ്നേഹിക്കുന്നു. അപ്പൊ പിതാവും പുത്രനും വന്ന് അവരുടെ കൂടെ താമസിക്കുന്നു എന്നിങ്ങനെ പറയുന്നു. അപ്പൊ അതിനെല്ലാം ശേഷം യേശു ഇങ്ങനെ പറയുക, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പുള്ള പരിശുദ്ധാത്മാവ് എന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ
നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിടുന്നതിനെ പറ്റി പറയാം. പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകല ഉപദേശം തരും. അപ്പൊ പിതാവ് യേശുവിന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ വിടുന്നത്. അപ്പൊ ഇവിടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് പിതാവ് വിടുന്നതിനെ പറ്റി പറയുന്നു. പിതാവ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഈ ലോകത്തിലേക്ക് വിടുന്നതിനെ പറ്റി പറയുന്നു. പിന്നെ നമുക്കറിയാം 15ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും, 16ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴൊക്കെ യേശുക്രിസ്തു പറയുന്നത് യേശു തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിടുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ പിതാവും പുത്രനും ഒന്ന് തന്നെയാണ് അല്ലെ. പുത്രൻ ദൈവമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാര് താറും പാച്ചിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും യേശു ദൈവമല്ലെന്നൊന്ന് വരുത്തി തീർക്കണം. അത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അവർക്ക് തന്നെയാണ് നഷ്ടം അല്ലെ. നമ്മള് മനുഷ്യര് യേശു ദൈവമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം ദൈവമാണ്, ദൈവം സത്യമാണ്, ദൈവം ദൈവമാണ് അല്ലെ. അപ്പോ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ആത്മാവ് മാത്രമാണ്. അപ്പോ യേശുക്രിസ്തു ദൈവമാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു മാത്രമാണ് ദൈവം അല്ലെ. അപ്പൊ പിതാവും പുത്രനും ഒന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുവാണ്, ഞാന് അല്ലെങ്കിൽ പിതാവ് എന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഈ ലോകത്തിലേക്ക് വിടുന്നു. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ ചെയ്ത കാര്യത്തെപ്പറ്റിയും അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തും, സകലതും ഉപദേശിച്ചു തരികയും ചെയ്യും. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ ലോകത്തിലേക്ക് വിടുന്നത് തന്നെ ഉദ്ദേശം യേശുവിനെ റിവീൽ ചെയ്യുന്നുണ്ട്. പിതാവിന്റെ ഹൃദയം റിവീൽ ചെയ്യുന്നതിന് വേണ്ടി. പിതാവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് അല്ലെ. അപ്പൊ പിതാവിന്റെ ഹൃദയം റിവീൽ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡാണ് ദൈവത്തിന്റെ ആഴങ്ങൾ പരിശോധിക്കുന്നത്. അപ്പൊ 1 കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാണ് ചെയ്യുന്നത് അല്ലെ. പിതാവിനെ പറ്റിയും എന്താ പറയുക, പുത്രനെ പറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുവാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നിരിക്കുന്നത്. അതിനുശേഷം 27ാമത്തെ വാക്ക് പറയും, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് സമാധാനം തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലെ, ബന്ധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ആരെന്ന്, യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നും ഇനി ചെയ്യാനിരിക്കുന്ന എന്തെന്നും യേശുവിന്റെ പ്ലാനുകൾ എന്തെന്നും യേശുവിനെ പറ്റി നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ ആരാണ് യേശുവിൽ എന്നുള്ള കാര്യമൊക്കെ വെളിപ്പെടുത്തി തരുമ്പോൾ അല്ലെ, നമ്മള് വെറും സാധാരണക്കാരായ മനുഷ്യരല്ല, നമ്മൾ വെറുതെ മനുഷ്യരൂപത്തിൽ നടക്കുന്നുള്ളൂന്നും നമ്മൾ ആത്മാക്കളാണ്, നമ്മൾ സ്പിരിറ്റ് ആണെന്നും നമുക്ക് സോൾ ഉണ്ടെന്നും നമ്മളൊരു ബോഡിയിലാണെന്നുള്ള കാര്യം അല്ലെ മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഐഡിയയും അണ്ടർസ്റ്റാൻഡിങ്ങും ദൈവത്തെ പറ്റിയുള്ള മാറുന്നതനുസരിച്ച് നമുക്ക് കാര്യം പിടുത്തം കിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവ് നമ്മളെ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല അല്ലെ. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ആൾക്കാരെ പോലെ സകലവിധത്തിലുള്ള കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് വിഷമിച്ച് നാളെ എന്ത് കഴിക്കും, നാളെ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കും എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട വ്യക്തികളല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും അല്ലെ. അപ്പൊ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളേക്ക് അതിനെപ്പറ്റി വറി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് അറിയേണ്ട കാര്യമില്ല. എന്താ പറയുന്നത്, ഈ ഫീൽഡിൽ കാണുന്ന ലില്ലിനെ പോലും ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിനെ പോലും ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണെങ്കിൽ അല്ലെ, നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം എന്നുള്ള കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം വെച്ചാല് നമ്മളുടെ പിതാവാണ് യേശു, നമ്മുടെ പിതാവാണ് യേശു. നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല. ഉപേക്ഷിച്ച് കളയാനാണ് ഈ ലോകത്തിലേക്ക് വരേണ്ട കാര്യമില്ല അല്ലെ. ലോകത്തിൽ വരികയും നമുക്ക് വേണ്ടി ക്രൂശിതനാകുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ യേശുക്രിസ്തു നമ്മളോട് പറയുവാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്ന് പറയുക. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഈ സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാര് ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അപ്പൊ യേശുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ അവര് തന്റെ ശിഷ്യന്മാരെല്ലാം സ്കാറ്റേഡ് ആകും എന്നുള്ള കാര്യം അപ്പോഴേ തന്നെ യേശു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവര് ഇച്ചിരി സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. പീറ്റർ ആണെങ്കിൽ യേശുക്രിസ്തുവിനെ പറയാൻ പോകുന്നു അല്ല, യൂദാസ് ഇസ്കാരിയോട്ട് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകാൻ തുടങ്ങുവാണ്. പക്ഷെ യേശു പറയും, അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കരുത്, ഹോളി സ്പിരിറ്റ് ഗോഡ് വരുന്നു അല്ലെ. ഇനി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇവര് എന്താ പറയാ, പല രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പലരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, വചനം പ്രസംഗിക്കുമ്പോൾ അടി കിട്ടേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ജീവിതം മറിയാൻ പോകുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന പീറ്ററും അന്ന് വരെ ഉണ്ടായിരുന്ന ജെയിംസ് ജോണും അല്ല ഇനി അങ്ങോട്ടാകാൻ പോകുന്നത് അല്ലെ. ഇനി ഡിഫറെന്റ് ലൈഫാണ് അവർക്കുണ്ടാകുന്നത്. അപ്പൊ അതിനെപ്പറ്റി
യേശു പറയുക, നിങ്ങളിപ്പോ എന്താ പറയുക, നിങ്ങൾ സമാധാനക്കേടുണ്ടാകേണ്ട കാര്യമില്ല, അല്ല നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശക്തിപ്പെടുത്തുന്നവൻ ഉണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ശക്തിപ്പെടുത്തുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് യേശു പറയുക. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ഭ്രമിക്കുകയും ചെയ്യരുത്, കാരണം ഞാൻ വിടാൻ പോകുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ ജീവിതത്തിലേക്ക്. അപ്പം ഇവിടെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് ജീവിതത്തിൽ ഉള്ള വ്യക്തികളാകുമ്പോ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുമ്പോ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് റെവലേഷൻസ് തന്നുകൊണ്ടിരിക്കും, നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. ആരാണ് ദൈവം, ദൈവത്തിന്റെ നിറഞ്ഞ ഹൃദയത്തെ പറ്റി, ദൈവത്തിന്റെ കരുണയെ പറ്റി, ഒരിക്കലും കെട്ടുപോകാത്ത സ്നേഹത്തെ പറ്റി എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ അല്ലെ, നമ്മളോട് എല്ലാം പറഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വഴി കൂടെ നടത്തുമ്പോ, നമ്മളെ യേശുവിന്റെ വചനത്തെ അനുസരിക്കാനുള്ള കൃപ നമുക്ക് തരുമ്പോ നമ്മൾ വീണ് പോകത്തില്ല, നമ്മുടെ കൂടെ ദൈവം എന്നും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് സമാധാനത്തിന്റെ കുറവൊന്നും ഉണ്ടാകത്തില്ല അല്ലെ. ഗലാത്യർക്കകത്ത് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 5ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നിടത്ത്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നിടത്ത് ഒരു ഫലമാണ് എന്താ പറയുക, മനസ്സമാധാനം എന്നുള്ളത് അല്ലെ. അപ്പൊ യേശുക്രിസ്തു നമ്മൾക്ക് തന്നിരിക്കുന്ന കാഴ്ചൻ ഹെൽപ്പർ ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡാണ് ഇപ്പോഴത്തെ ലോർഡ് അല്ല. 2ാമത്തെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ലോർഡ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് എവിടെയുണ്ടോ അവിടെ ഫ്രീഡം ഉണ്ട് അല്ലെ. കർത്താവ് ആത്മാവെന്ന്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. റോമക്കത്ത് ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ഒരു മനസ്സ് അല്ലെങ്കിൽ ചിന്ത അല്ലെ, അത് ജഡത്തിൻ്റെതായിട്ടാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനമാകുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് ജഡത്താലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സമാധാനമില്ല. കാരണം വെച്ചാൽ ജഡത്തിന് സ്വഭാവം അറിയാലോ, കുശുമ്പും കുന്നായ്മയും മറ്റുള്ളവരുടെ ദേഷ്യവും അല്ലെ, മോശപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. മറ്റുള്ളവർക്ക് നന്മ വരുന്നത് കാണുമ്പോൾ അസൂയം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ അവിടെ സമാധാനമില്ല. പക്ഷെ ജഡത്താൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ സമാധാനമില്ലാത്ത പോലെ തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ എങ്ങനെയാ, ആത്മാവ് റിവീൽ ചെയ്തു തരുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് റിവീൽ ചെയ്തു തരുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. യേശുവിന്റെ പ്രസൻസിലാണ് ഏറ്റവും ഫുൾനെസ് ഓഫ് ജോയ് ഉള്ളത്. യേശുവിന്റെ പ്രസൻസിലാണ് ആനന്ദത്തിന്റെ കംപ്ലീഷൻ ഉള്ളത്. അപ്പൊ ദൈവത്തെ, യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലാകുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തിന്റെ കുറവൊന്നും ഉണ്ടാകത്തില്ല, മനസ്സമാധാനം കേടൊന്നും ഉണ്ടാവില്ല, ജീവന് സമാധാനവുമാണ്. ഒരു മനസ്സ് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന മനസ്സ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്കാണ് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ചാണ് ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അവിടെ മനസ്സമാധാനത്തിന്റെ കുറവുണ്ടാവത്തില്ല, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും, നമുക്ക് വിക്ടറി ഉണ്ടാകും അല്ലെ. നമ്മൾക്ക് എന്താ പറയുക, ഒരു താഴ്ച ഉണ്ടാവത്തില്ല, ഉയർച്ച മാത്രം ഉണ്ടാകത്തില്ല. കാരണം നമ്മളെ വാലല്ല തലയാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ. സ്പിരിറ്റിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന സ്പിരിറ്റാണ്. എന്താ പറയുക, ജഡത്തിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന ജഡമാണ്. നമ്മൾ സ്പിരിറ്റിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിന്റെ DNA ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ജയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തികൾ നമ്മൾ അല്ലെ. അപ്പൊ ജയം മാത്രമായിരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സമാധാനം ഉണ്ടാവണമെങ്കിൽ മനസ്സ് അത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഒരു മനസ്സായിരിക്കണം. ഇനി വേറൊരു കാര്യം പറ്റി, സമാധാനം ഉണ്ടാകാതിരിക്കാനുള്ള വേറൊരു കാര്യം. ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ജഡത്തിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല. നമുക്കറിയാലോ, ജഡത്തിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെയുള്ള കാര്യം നമ്മൾക്ക് അറിയാം. നമ്മളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നുള്ള കാര്യം അറിയാം അല്ല. ഇന്നും നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം തന്നെ, കുടിയും വലിയും അടിയും വ്യഭിചാരവും അല്ലെ, ഗോസിപ്പ് പറച്ചിലും, അതെല്ലാം ഇങ്ങനെ ജഡത്തിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെ അതാകുമ്പോ അങ്ങനെയുള്ളവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല അല്ലെ. എന്താ പറയുന്നത്, ജീവിതത്തിൽ എന്തേരം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എന്തേരം സ്വത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേരം ലക്ഷറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. എല്ലാത്തിനും നടക്കുന്നൊന്നും വീണു പോകാം, എല്ലാത്തിനും നടക്കുന്നത് നമുക്ക് വീണു പോകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കും ജഡത്തിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി. ജഡത്തിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പിശാചിന് എൻട്രി പോയിന്റ് കൊടുക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ
നമുക്കറിയാം പിശാച് വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാകത്തില്ലല്ലോ. പിശാചിന്റെ വർക്കുള്ള കുടുംബത്തില് യാതൊരു വിധത്തിലുള്ള മനസ്സമാധാനവും ഇല്ല. അപ്പൊ ഇനി ഇത് പറയട്ടെ, ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് മാത്രമല്ല പിശാചിന്റെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിശാച് എൻറ്റർ ചെയ്യും എന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ പറയുന്നില്ല. പക്ഷേ ആം, ഉം, ആ, ഒ- അല്ലെ പിശാചിന്റെ ഇൻഫ്ലുവൻസ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താ പറയുന്നത്, അത് ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് മാത്രം. ജഡത്തിന്റെ സ്വഭാവം ഒരു കാരണമാണ്. പിന്നെ ഭയമുള്ള വ്യക്തികൾക്ക് ഭയം ഉള്ളത്, പിന്നെ ഈ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഭയം ഉണ്ടാകുമ്പോൾ അത് ഒരു ഡോറാണ് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് വരുന്നതിന് വേണ്ടി. പിന്നെ ഓരോ പീഡനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തികള്, അല്ലെങ്കിൽ ആക്സിഡന്റിൽ പോകുന്ന വ്യക്തികള്, അല്ലെ ഡിവോഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കൂടെയും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജനറേഷണൽ കേഴ്സുകളായിട്ട്, അല്ലെ, മുതുമുത്തശ്ശന്മാർ ചെയ്തു കൂട്ടിയ പാവത്തിന്റെ ഫലം, അല്ലെ, അത് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളും, അല്ലെ, പല രീതിയിലും പിശാച് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ജഡത്തിന്റെ സ്വഭാവം. യേശുവിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മനസ്സമാധാനം ഇല്ലാതിരിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജഡത്തിന്റെ സ്വഭാവം തന്നെയാണ്. അല്ലാതെ പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഇപ്പൊ വിഗ്രഹാരാധന ഒക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ പിശാച് അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ പിശാച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിലും ജഡത്തിന്റെ സ്വഭാവമാണെങ്കിലും ഒറ്റമൂലി മാത്രമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ മനസ്സിന്, അവരുടെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, അല്ലെ. അപ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കാം, അല്ലെ. ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളായിട്ട് ഇല്ല, അങ്ങനെയല്ല, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്, എന്റെ ഇഷ്ടത്തിന് പ്രകാരം ഞാൻ എന്റെ ജീവിതം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് പുറകെ വരുന്ന ഭവിഷ്യത്തുകൾ നമ്മളായിട്ട് അനുഭവിക്കുകയാണ്, അല്ലെ. അങ്ങനെയല്ല, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ നയിക്കും, നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവെ, ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ വചനത്തിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ കർത്താവെ. എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് ജീവിക്കാനുള്ള കൃപ തന്നെ യേശുവിൻ നാമത്തിൽ ആമേൻ. ജീവിതത്തിന്റെ കൺട്രോൾ മാത്രം ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലായിരിക്കട്ടെ കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ജഡത്തിന്റെ സ്വഭാവത്തിൽ ഞങ്ങൾ ജീവിക്കാതിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടാൽ നന്ദി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.